സാറേ സാറേ സുധ സാറേ സന്തോഷമായി കണ്ടത്. ഞാനേ മുകളിൽ പോയി മീറ്റിംഗ് ഹാളിൽ അപ്പൊ സാറ് വീട് ഉണ്ട് എന്ന് പറഞ്ഞു. കക്കോസ് പോകുമ്പോൾ കൂടി ഒഴിവാക്കൂലേ? അതെ സാറേ, പിന്നെ ഈ സാഹിത്യ സമാജത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിനെ കുറിച്ച് ഒരു ഗാനം ഇറക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഉണ്ട്, ഒരു ഗാനം ഇറക്കണം, നമുക്കൊരു നല്ല ഗാനം ഇറക്കണം. നമ്മൾ ആളേനൊക്കെ ആക്കിയിട്ടുണ്ട്. ഗാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് മ്യൂസിക് ഒക്കെ ചെയ്ത് പാട്ട് ഇറക്കണം. അത് സാറാ അതാരാ? അത് നമ്മുടെ രാഘവൻ എന്ന് പറഞ്ഞ പാട്ടുകാരല്ലേ, അവിടെ സിനിമാ പാട്ടൊക്കെ എഴുതുന്ന രാഘവൻ. 2 അക്ഷരം കൂട്ടിമുട്ടിക്കാൻ അറിയാത്ത രാഘവൻ ഗാനം എഴുതാനോ? എന്തായാലും ഈ പറഞ്ഞ എത്ര ഹിറ്റ് ഗാനങ്ങൾ എഴുതിയാളാ സാറേ. ഇന്ത്യയിൽ കേരളത്തിനെ കുറിച്ച് എഴുതാൻ വേണ്ടി ഒരാളെ ഇല്ല. അതാരാ? നിങ്ങളുടെ മുമ്പിലുണ്ട്, ഉണ്ണിച്ചെറുപ്പൂര്. അതെ അതെ സാറേ. ഞാൻ ഈടുന്നല്ല സാറേ പഠിച്ചത്. ഈ കേരളത്തിനെ കുറിച്ച് പഠിച്ച് കവിത എഴുതാൻ വേണ്ടി ഞാൻ വിദേശത്ത് പോയി, ഹോങ്കോങ്ങിൽ പോയി പഠിച്ച് കേരളത്തിലേക്ക് വീണ്ടും വന്ന് എഴുതിയിട്ടുണ്ട് സാറേ. അല്ല അതെന്താ, ഇതൊക്കെ ഞാനല്ല നോക്കുന്നത്, നമ്മുടെ സെക്രട്ടറി മറ്റേ മന്മഥനൊക്കെയാണ്. അല്ല, അദ്ദേഹമാണ് മറ്റാളെ ഏൽപ്പിച്ചിരിക്കുന്നത്. സാറ് വിചാരിച്ചാൽ നടക്കും. സാറ് തലപ്പത്തിരിക്കുന്ന ആളാന്ന് എനിക്ക് അറിയാം സുഗത സാറേ. സാർ ഇതെങ്ങനെ ആയാലും ഇതൊന്ന് കേട്ട് നോക്കണം സാറേ. പത്രം ഇതാ ഉറക്കൊഴിഞ്ഞിട്ട് രാവും പകലും നോക്കാതെ എഴുതിയ അക്ഷരലിപികൾ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട് സാറേ. എന്റെ ചിന്തകൾക്ക് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കവിത ഇപ്പൊ കയ്യിലുണ്ടോ? അത് ഉണ്ടോന്നോ? അയ്യോ, എന്നും കയ്യിൽ കൊണ്ടുവെക്കുന്ന അക്ഷരലിപികളാണ് സാറേ ഇത്. ഒന്ന് വായിച്ചാ നോട്ടെ. സന്തോഷായി സാറേ. ഇത് ശ്രദ്ധാപൂർവം കേൾക്കണം കേട്ടോ. കേരളത്തിന്റെ അളം കേരളം, കേള കേള അരളം കേരളം, മന്ദാര സുരഭിലി കേരളം, സുഖ സുഷ്പത മരംവിണി കേരളം. ആഹാ, LKG UKG MA MBA MDMA LST വരെയുള്ള കേരളം. ഇതൊക്കെ കുട്ടികളുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയെ കുറിച്ചല്ലേ ഈ പറയുന്നത്? തീർച്ചയായും അതെ. LKG UKG MA MBA MDMA LST MBBS കേരളം. സാറേ, ഉണങ്ങി ഉണങ്ങി ഓടുന്ന പുഴയും കറുത്ത കരിക്കട്ട പോലെ വെളുക്കാത്ത റോഡും, സ്റ്റാർട്ടാക്കുമ്പോൾ ചിരിക്കുന്ന ബസ്സും നിറഞ്ഞ സുന്ദര സുരഭില കേരളം കേരളം. ആഹാ, കേരളം ബഹുത് അച്ഛാ കേരളം. അത് കമ്മി. മീൻ മാർക്കറ്റ് നിറയെ സാറേ, കഴിഞ്ഞില്ലേ അല്ലേ? അക്ഷരങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയം അടുത്ത് വായിക്കും. മീൻ മാർക്കറ്റ് നിറയെ മത്സ്യവും തവളക്കയും കേരളം, പച്ചക്കറി ചന്തയിൽ മുരിങ്ങ കോലും, പഴക്കടയിൽ ഓസ്ട്രേലിയൻ ആപ്പിളും നിറഞ്ഞ കേരളം കേരകം കേരളം. ബേക്കറി പീടികയിൽ ലഡുവും പല നിറത്തിൽ നിറയുന്ന കേരളം. ആഹാ, കേളകം ബഹുത്തച്ഛാ കേരളം. അന്യ സംസ്ഥാന അതിഥി തൊഴിലാളികൾ ഒഴുകുന്ന കേരളം. വിദേശ മദ്യത്തിൻ തണലിൽ ഒരുമയോടെ നീങ്ങുന്ന മനുജർ, സുന്ദര സുരഭില ചക്കര മുത്തിന്റെ കേരളം കേരളം. കമനീയ മതമന്മിണി രുതിക കല്ലോലിനി ശിഖാലികതൻ തറത്തസ്തെ കാന്താകിനി മാനസ ഉന്മേഷിണി സുന്ദരി സുരേശ്വരി കേരളം. ആഹാ ആഹാ. ഇതിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു കേരളമാണ് അല്ലേ സാറേ? ഒച്ച് ഇഴഞ്ഞു വരുന്നത് കണ്ടോ? എവിടെ? ഒച്ച് എന്ന് പറഞ്ഞാല് കൊളോണിസം നമ്മളെ ഭാഷയിൽ.
ആമേനെ പറയും ഫാസിസം. അതാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കാലാണ്. അപ്പൊ അതിനിടയിൽ ഈ കവിത, ഈ ഗാനം, ഇത് ഈ ലോകം മൊത്തം ഏറ്റെടുക്കും സാറേ. അതെ, മറ്റേ എന്താ പേര് പറഞ്ഞ എന്താ, ഉണ്ണി ചെറുവത്തൂര്. ഈ കവിത ഞാൻ കേട്ടിരുന്നു എന്ന് നമ്മുടെ സെക്രട്ടറി മന്മഥനോടൊന്ന് പറഞ്ഞ് കവിത അവിടെ കൊടുത്തേക്കും കേട്ടോ. ശരി. ഏതായാലും വന്നതല്ലേ, ഒരു വേസ്റ്റാക്കണ്ട. സുന്ദര സുരഭില ആശ്വാസ കേരളം. അമ്മോ, ഇപ്പൊ ആശ്വാസമായത്. ഓയ്യോ, ശീതളേട്ടാ, കിടന്നില്ലേ? കിടന്നു. നേരെ ഒരുപാടായി. നീ കിടന്നോന്നേ. വയലോപ്പിള്ളിയുടെ കവിതകൾ എന്ന് പറഞ്ഞ കടലാണ്. എനിക്ക് വായ തോന്നി എന്തെങ്കിലും പോയി പറയാൻ പറ്റൂ? ഇതൊക്കെ ഒന്ന് റെഫറൻസ് നടത്തി എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊന്ന് ധാരണയിലെത്തട്ടെ. എന്റെ ശീതളേട്ടാ, ഇതിപ്പോ എത്ര ദിവസമായി ഇങ്ങനെ ഉറക്കളിച്ചിരിക്കണു? അല്ലാതെ എന്താ ചെയ്യണത്? ഇതിപ്പോ ഈ കാലത്ത് ആ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിനെപ്പറ്റി പറയണ പ്രസംഗമൊക്കെ കാണാം. അങ്ങോട്ട് എഴുതുക. യൂട്യൂബിലുള്ളത് പോയി പറയാനാണെങ്കിൽ ഞാൻ എന്തിനാ പോണേ? ആ യൂട്യൂബ് തന്നെ അങ്ങോട്ട് ഓപ്പൺ ചെയ്താൽ പോരെ? നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ എഴുതി അത് സംസാരിക്കുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. മാത്രമല്ല, ഇവരൊക്കെ ഇവരുടെയൊക്കെ കവിതകൾ കാലഹരണപ്പെട്ടു പോകാത്ത സംഭവങ്ങളാണ്. ഏത് കാലഘട്ടത്തിലേക്കും അനുയോജ്യമായ ചിലത് അതിനകത്ത് ഉണ്ടാവും. അത് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ഈ സമകാലീന വിഷയവുമായിട്ട് ചേർന്ന് കിടക്കുന്ന വിഷയങ്ങളുമായി കോർത്തിണക്കി ആ കവിതയെക്കുറിച്ച് പറയണം. അപ്പോഴല്ലേ നമ്മൾ സംസാരിക്കുന്നതിന് പ്രത്യേകതയുള്ളൂ. നീ കിടന്നോ? കട്ടൻ ചായ വേണോ? ഏയ് വേണ്ട. വേണമെങ്കിൽ വിളിച്ചാ മതിട്ടാ. അല്ല, പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതെ മന്മഥ, മാല കേശവേട്ട ഇട്ടോട്ടെ. ഓക്കെ, പിന്നെ ബൊക്ക മൂപ്പരും. അതില് നിങ്ങൾ അത് നമ്മുടെ ഒരു മര്യാദ. അതെ, അവർക്ക് കൊടുക്കണം. ബൊക്ക മൂപ്പര് കയ്യിൽ കൊടുത്തോളി. ഇവിടെ വെച്ചോളൂ. മറ്റേ ഈ ലക്ഷ്മി മാഡത്തിന്റെ കൂടെ വരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന് ആപ്പിൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ അത് സെറ്റ് ആയിട്ടുണ്ടോ? ആപ്പിൾ ജ്യൂസ് കിട്ടിയില്ല. കിട്ടിയില്ലേ? പൈനാപ്പിളേ ഉള്ളൂ. എന്റെ ഇപ്പൊ ആപ്പിൾ ജ്യൂസ് വെച്ചാ പൈനാപ്പിൾ ജ്യൂസ് കൊടുത്താൽ ശരിയാവോ? അല്ല, ഈ പൈനാപ്പിളിന്റെ അവസാനം ഒരു ആപ്പിൾ ഉണ്ടല്ലോ, അതോരടുത്ത് പറയാ. അതെ, ഇത് കുടിക്കാനാണിത്, അല്ലാതെ വെറുതെ എഴുതി കാണിക്കാനല്ല. എന്തെങ്കിലും പറയണ കാര്യം ഈ നിമിഷത്തിലേക്ക് ഇത് പറഞ്ഞിട്ട് എങ്ങനെ സംഘടിപ്പിക്കുക? പ്രശ്നത്തിൽ അവര് ഡാൻസിന്റെ സ്റ്റെപ്പ് കുറയ്ക്കും ചിലപ്പോ. ഇതൊക്കെയല്ലേ കുഴപ്പം. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെറ്റ് ആക്കുമ്പോ നമ്മളെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടെങ്കിൽ എവിടെ നിന്നും ആപ്പിൾ ഒപ്പിക്കണ്ടേ? മന്മഥ ഒന്നുകൂടി വിളിച്ചോ, കാര്യം ഇവിടെ എത്തിയും ചോദിച്ചു നോക്ക്. എനിക്കിതൊന്നും ഇഷ്ടം. നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം, അതല്ലേ? ഹലോ, ടോളായി. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. നിങ്ങളെവിടെ എത്തി? അതെ. അല്ല, ആദ്യം നമ്മുടെ നേരത്തെ ക്ലാസിക്കൽ ഡാൻസ് ആണ്, അത് കഴിഞ്ഞിട്ടാണ്. ടോളിന്റെ അവിടെ എത്തിയെന്നവര്. ഞാനിപ്പോ മാഡത്തിനെ വിളിച്ചു. ഞാൻ മാനേജറെ വിളിച്ചു. എവിടെ എത്തിന്ന് പറഞ്ഞു? ടോളിലെത്തി. അപ്പൊ കറക്റ്റാ. ബാക്കിയെല്ലാം സെറ്റ് ആക്കിക്കോ, റെഡി ആക്കിക്കോണം. ടോളിൽ അവിടെ നിന്ന് ഇവിടുത്തെ ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് അത്രേ ഉള്ളൂ. നമസ്കാരം. എന്റെ അക്ഷരങ്ങൾ സ്വീകരിച്ചിട്ട് ഞാൻ എന്റെ കരൾ പറിച്ചു തരട്ടെ. നമസ്കാരം. അതെ, ഒരുപാട് ആൾക്കാരുടെ പാട്ട് വന്നതാണ്. അതിലിപ്പോ ഉണ്ണിന്റെ പാട്ടാണ് സെലക്ട് ചെയ്തത്. അല്ല, അസല് വരികള്, അർത്ഥവത്തായ വരികൾ. ഏതാ 2 ബോക്സ് വെക്കായിരുന്നില്ലേ? എല്ലാവരും കേൾക്കുമായിരുന്നില്ലേ? ഓഡിറ്റോറിയത്തിന്റെ അകത്ത് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. 2 ഫോട്ടോ. ചെറുവത്തൂരെ ഈ
നമ്മുടെ സെലക്ഷൻ കമ്മിറ്റിയിൽ നല്ല എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങള് മൂന്നാളും ശക്തമായിട്ട് പിടിച്ചിട്ടാണ്. ശക്തമായിട്ട് നിന്ന് ഞങ്ങൾ മൂന്നാണ്. 2 ഫോട്ടോ ഒരു ഫാൻസി ഗ്രൂപ്പ് ഇടാം. സെൽഫി എടുക്കണേ അയച്ചു തരൂലേ? അല്ല അതിലെടുത്തോളൂ. പെട്ടെന്ന് കിട്ടല്ലോ. രാഘവേട്ടനാ വരുന്നത്. അതെ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞു. അല്ല അങ്ങനെ പോലെ എന്തെങ്കിലും രാഘവേട്ടാ ആ സുഗതം പറഞ്ഞു. നമസ്കാരം കേട്ടോ. നമസ്കാരം. നമസ്കാരം. എന്തായാലും ഈ ചടങ്ങിന് രാഘവേട്ടൻ എത്തിയല്ലോ, സന്തോഷം. അതെ 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 രാഘവമാഷേ, മാഷിന്റെ പാട്ടുണ്ടല്ലോ, അയ്യോ ഞാനൊരു 10 തവണ വായിച്ചാല് ഓരോ വരികളും വാക്കുകളും എന്റെ ദേ ഇവിടെ പതിഞ്ഞിങ്ങനെ കിടക്കുക. അതെ അതെ. എന്നിട്ട് ആ പാട്ട് ഇവിടെ അതെ പാട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അതെന്താന്നറിയോ, ഈ പാട്ട് നന്നായിരുന്നു, പക്ഷെ അത് വേണോ വേണ്ടെന്ന് തീരുമാനമായിട്ട് രാഘവേട്ടനെ അറിയിക്കാൻ വേണ്ടി അല്ലേ? സുഹൃത്തെ നുണ പറയരുത്. നിങ്ങൾ പാട്ട് സെലക്ട് ചെയ്തിരുന്നു, ആരുടെ പാട്ടാണ് സെലക്ട് ചെയ്തതെന്നും ഒക്കെ എനിക്കറിയാം. രാഘവേട്ട അതിൽ ചെറിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ 7 ആൾക്കാർ ഞങ്ങൾ 3 ആളും സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ 4 ആൾക്കാരെ എഗെയിൻസ്റ്റ് ആയി. അതാ പറ്റിയത്. അതാ ഉണ്ടായത്. സുഹൃത്തെ സമ്മതിച്ചു, ഞാൻ എഴുത്തും പരിപാടിയൊക്കെ നിർത്തിയതാണ്. നിങ്ങൾ വന്ന് നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒരു പാട്ട് എഴുതാൻ തയ്യാറായതാണ്. പക്ഷേ ആ പാട്ട് നിങ്ങൾ സെലക്ട് ചെയ്തില്ലെങ്കിൽ അതെന്നെ ഒന്ന് അറിയിക്കേണ്ട സാമാന്യ മര്യാദയില്ലേ, അത് നിങ്ങൾ ചെയ്തില്ല. അല്ല അത് ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞതാ. ഞാനത് സെക്രട്ടറിയോടും ഞാനത് മാഷിനെ ഫോണിൽ വിളിച്ചപ്പോഴാണ് അത് നമസ്കാരം. വീഡിയോ സെക്രട്ടറി മന്മഥൻ പിന്നെ എ സി റൂം പറഞ്ഞിട്ടുണ്ട്. വെള്ള അവിടെ ഇരിക്കാം. ജ്യൂസ് ഒക്കെ റെഡി എല്ലാം ഓക്കെ. കട്ട്ലറ്റ് കഴിക്കോ? കട്ട്ലറ്റ് പിന്നെ ചിക്കനാണ് വെച്ചുകൊണ്ട്. എവിടെ കൂടെ വന്ന അവിടെ സ്തുതി ആരും കാണുന്നില്ലല്ലോ, ഇവിടെ തന്നെ അല്ലേ പരിപാടി? അല്ല നമ്മളോട് വരുമെന്നല്ലോ. ഇവിടെ പൂവെല്ലാം തൂക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ പരിപാടി പിടിയല്ലേ? Tim tata tim tum tata tim kita tim tata kita tata tim tata tim tum tata tim kita tim. ശീതളേട്ടാ ഗംഭീര പ്രസംഗം. കാരണം ആ വേദിയിലുള്ളൊരു മനുഷ്യന്മാർ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കഴിക്കൂ കേട്ടോ. ഈ സഖ്യന്റെ മകനെ കുറിച്ചെല്ലാം പറയുന്ന സമയത്ത് ശരിക്കും കാട്ടിൽ ആനേന്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നൊരു ഫീലാ. ഇതിന് മാത്രം അറിവ് വരുന്നതാ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. വാക്കുകൾ ഇങ്ങനെ കിട്ടണ്ടേ? എന്റെ സ്തുതി, 2 ആഴ്ചത്തെ റെഫറൻസിന് ശേഷമാണ് ഞാൻ ഈ പ്രഭാഷണം ഇവിടെ വന്ന് പറയണത്. പിന്നെ അത് മാത്രല്ല, വയലോപ്പിള്ളി അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കൊരു 100 നാക്ക. അല്ല ശീതളേട്ടാ, നമ്മൾ ആളെ കുറെ നേരം കുത്തിരിഞ്ഞ് ഇവിടെ ഇരിക്കേണ്ടി വരും ഇങ്ങനെ കുറെ. അല്ല ഒരു കവർ തരുമെന്ന് അറിഞ്ഞല്ലേ? കാറിന്റെ പൈസ ഉണ്ട്, നിങ്ങൾ പ്രസംഗിച്ചതിന്റെ പൈസ ഉണ്ട്. അതെ, അവര് തരാന്ന് പറഞ്ഞതാണ്. എന്തോ തരുമായിരിക്കൂലേ?
എന്ന് വിചാരിക്കാം. എന്തോ എന്താ വേണ്ട സ്തുതിക്ക്? ഒരു കട്ടൻ മതി. അപ്പൊ 2 കട്ടൻ വേണ്ട. കട്ടൻ കുടിക്കുമ്പോഴത്തേക്ക് വന്നാ മതി. ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. ഇതിലട്ടാ വരുന്നുണ്ട്. ഇരിക്കാം. ആന്റി ഇവിടെ ഇരുന്നു. ഇരിക്കും. അതെ, എന്ത് വേണം? ചായ വേണോ, അത് കോഫി വേണോ, ജ്യൂസ് വേണോ, എന്ത് വേണം? ജ്യൂസ് മതി. കഴിക്കാൻ പൊറോട്ട, ബീഫ് അങ്ങനെ വല്ലതും വേണം? വേണ്ട വേണ്ട. മാംഗോ. പിന്നെ അതെ, എനിക്ക് വേണ്ടേ വട എന്തെങ്കിലും വേണോ? ഒന്ന് മതി. പിന്നെണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ജലധാര ക്ലബിന്റെ 2 മാസം കഴിഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിന് പറഞ്ഞു കേട്ടോ. അതിന് നമുക്ക് ടീമായിട്ട് വരണം എല്ലാരും. അത് നോക്കിയിട്ട് പറയാം. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് സിനിമാറ്റിക് ഡാൻസ് കൂടി ഒരു 1-2 ടീമുണ്ട്. പിന്നെ അത് മാഡത്തിന് ടീമുണ്ട്. ഒന്ന് വേഗം. കട്ടൻ ചായ മാറ്റി വരില്ലേ? എനിക്ക് ജ്യൂസ് വേണോ? അല്ല, നമുക്ക് പോകട്ടെ, ഞാൻ പോയി ചോദിക്കട്ടെ. ഇല്ല, ഒരു തരുമെന്ന് പറഞ്ഞല്ലേ, ചോദിക്കാണ്ടിപ്പോ കിട്ടുമോ? ഞാൻ പോയി ചോദിക്കട്ടല്ലേ?